ഹായ്, ടോർപിഡോകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് സെൽഫ് പ്രൊപ്പൽഡ് മിസൈൽ, സെൽഫ് പ്രൊപ്പൽഡ് ബോംബ് എന്നൊക്കെ ഇവരെ വിളിക്കാറുണ്ട്. എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്മറൈൻസിനെയും ഷിപ്പിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ മറ്റൊരു സബ്മറൈനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇടത്ത് നിന്നോ ലോഞ്ച് ചെയ്യുന്ന ആയുധങ്ങളാണ് ഈ ടോർപിഡോകൾ. റീസെൻ്റ്ലി നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഡിഫൻസ് രംഗത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടാകും എന്നാണ് പറയുന്നത്. സംഗതിയുടെ പേര് സ്മാർട്ട് എന്നാണ്. സ്മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ എന്നാണ് പൂർണ്ണമായിട്ടുള്ള രൂപം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആള് ഒരല്പം സ്മാർട്ടാണ്. സംഗതി പേരിലുള്ള പോലെ തന്നെ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ്, അതായത് ഒരു സൂപ്പർസോണിക് മിസൈൽ നമ്മൾ വിക്ഷേപിക്കുന്നു. അപ്പോൾ ഈ വിക്ഷേപിക്കുന്ന സൂപ്പർസോണിക് മിസൈലിലാണ് നമ്മുടെ ടോർപിഡോ ഇരിക്കുന്നത്. അങ്ങനെ ഈ മിസൈൽ സഞ്ചരിക്കുകയാണ്. ഏതാണ്ട് 643 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം നമ്മുടെ ടോർപിഡോയെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ടോർപിഡോയ്ക്ക് വീണ്ടും ഒരു 20 കിലോമീറ്റർ കൂടി സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല, ഇതൊരു ലൈറ്റ് വെയിറ്റ് ടോർപിഡോ ആണെങ്കിൽ പോലും ഏതാണ്ട് 50 കിലോഗ്രാം വാർഹെഡ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് വഹിക്കുന്നതിനുള്ള ശേഷിയും നമ്മുടെ ഈ ടോർപിഡോയ്ക്കുണ്ട്. അങ്ങനെ ഒടുവിൽ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. അതായത് ഒരു ദീർഘദൂര ആൻറ്റി സബ്മറൈൻ ടോർപിഡോയെ കുറിച്ചാണ് പറയുന്നത്. ഇത് വലിയൊരു നേട്ടമാണ്. എന്താണ് ഇപ്പോൾ തിടുക്കത്തിൽ ഇത്തരത്തിലൊരു കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനുകളിൽ പല ഭാഗത്തായിട്ട് ചൈനയുടെ സബ്മറൈനുകൾ നിലയുറപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഒരുപാട് വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. അവർ അതിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നു. മലാക്ക സ്ട്രേറ്റ് അടക്കമുള്ള സൗത്ത് ചൈന സീയിൽ നിന്നും ഇന്ത്യൻ ഓഷ്യനിലേക്ക് കിടക്കുന്ന പല പ്രധാന ഭാഗങ്ങളിലും ചൈനയുടെ സബ്മറൈൻസിനെ ചൈന ഇതേപോലെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് സഹായകമാകുന്ന രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തിരിച്ചൊരു വെല്ലുവിളിയായിട്ടാണ് നമ്മൾ ഈ സ്മാർട്ട് സിസ്റ്റത്തെ കൊണ്ടുവരുന്നത്. ഇതേപോലുള്ള ഒരുപാട് ഡിഫൻസ് അച്ചീവ്മെന്റ്സ് റീസെൻ്റ്ലി ഒരുപാട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് മാറട്ടെ. താങ്ക്